ഇന്നലെ നടന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിടുന്നത് നമ്മളാണ്. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെ ആദായ നികുതി വകുപ്പ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സൗബിൻ ഷാഹിറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത്. അതായത് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നു ആദായ നികുതി വകുപ്പ്. അക്കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട. രണ്ട്, മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. സൗബിൻ ഷാഹിറിനെ എന്തായാലും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പ്. ഈ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. വിജയകുമാർ, ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട് 148 കോടിയിലേറെ രൂപയുടെ വരുമാനം ഈ സിനിമയ്ക്കുണ്ടായി എന്നാണ് ഈ ആദായ നികുതി വകുപ്പ് പറയുന്നത്. എന്നാൽ 44 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നു. 32 കോടി രൂപ ചെലവ് കാണിച്ചിട്ടുണ്ട്. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ് എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ വിവിധ സിനിമാ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആക്ഷേപം ഉയരുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു.